നമുക്ക് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സിൻ്റെ റെഡിനെസ് മെഷർ ചെയ്യാനും ഇപ്പോൾ നമുക്ക് ഒരു ഷുവർ അല്ല നമ്മൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. നമ്മളൊരു ട്രയലാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ടു സ്റ്റാർട്ട് വിത്ത് ഓൾവേസ് നമ്മളൊരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം കോസ്റ്റ് കുറവാണ്, പെട്ടെന്ന് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. വി ക്യാൻ സ്റ്റാർട്ട് ദ ഇ-കൊമേഴ്സ് ബിസിനസ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അത് അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇങ്ങനെയുള്ള ഷോപ്പിഫൈ പോലെയുള്ള സൈറ്റുകളൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് ആണ്. അതേപോലെ തന്നെ അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം നമുക്കൊരു ക്രിട്ടിക്കൽ വോളിയം ഓഫ് ബിസിനസ് കിട്ടി തുടങ്ങി, നമുക്ക് നമ്മുടേതായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് സർവീസോ അല്ലെങ്കിൽ നമ്മുടെ പല സ്ട്രാറ്റജീസോ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ പലപ്പോഴും ഇങ്ങനത്തെ തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ പറ്റില്ല. അതിൻ്റെ കാരണം അവരുടെ ഫീച്ചേഴ്സ് എന്താണോ അത് മാത്രം നിന്നുകൊണ്ട് ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ബിക്കോസ് ആ പ്ലാറ്റ്ഫോം നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോം അല്ല. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രിട്ടിക്കൽ വോളിയം ആയി കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി സൈറ്റുകൾ പറയുന്ന പോലെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വരും. നമുക്കൊരു സെൽഫ് ഡ്രൈവിംഗ് നമുക്ക് ഒരിക്കലും അവിടെ നടക്കില്ല. അവരെന്താണോ പറയുന്നത്, അവരുടെ റൂൾസ്, അവരുടെ ഡിമാൻഡ്സ് അനുസരിച്ച് നമുക്കൊരു ഡിപ്പെൻഡൻസി അവിടെ എപ്പോഴും ഉണ്ടാവും. വേറെസ് നമ്മളുടെ ഓൺ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ്, നമ്മളാണ് അതിൻ്റെ ഓണർ, നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് എന്ത് റൂൾസ് വേണമെങ്കിലും മാറ്റാം, നമുക്ക് എന്ത് ഫീച്ചേഴ്സ് വേണമെങ്കിലും പുതിയത് കൊണ്ടുവരാം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി നമുക്ക് അവിടെ നടപ്പിലാക്കാം.